പുതിയൊരാളെ ഹയർ ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പം ഇവരെ തന്നെ ഹയർ ചെയ്യുന്നതായിരിക്കും. അല്ല ഇൻ കേസ് അവർ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ കിട്ടിയില്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും നഴ്സിംഗ് ഹോമിലോട്ട് മൂവ് ചെയ്യും. കാരണം അവർ 2 ഇയർ കോൺട്രാക്ട് പീരീഡ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇവിടെ യൂഷ്വലി നടക്കുന്ന ഒരു കാര്യം. ഇനി വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നഴ്സസിനുള്ള വേക്കൻസീസ് പൊതുവെ കുറവാണ് വരുന്നത്, നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ കെയറായിട്ടെങ്കിലും വന്നിട്ട് പിന്നെ നേഴ്സായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതി എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അതായത് നാട്ടിൽ OIT അല്ലെങ്കിൽ IELTS കിട്ടി, പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് DL എല്ലാം കിട്ടി, ഇൻ്റർവ്യൂ കിട്ടാത്തവർ, അങ്ങനെയുള്ള ഒരാൾ ജനറൽ വർക്ക് പെർമിറ്റിൽ കെയർ വിസയിൽ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അധികം ടൈമൊന്നുമില്ല, കാരണം ഓൾറെഡി നിങ്ങളുടെ DL പ്രോസസ്സിങ് വരെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ OIT DL എന്നൊക്കെയുള്ള സംഭവത്തിന് വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.